ആസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യാദൃശ്ചികമല്ല. നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള ചിലതുണ്ട് ഈ റീഡിങ്ങിൽ. ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ലഭിക്കാൻ പാടുള്ളൂ എന്ന് മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഞാൻ നിങ്ങളിലേക്ക് തരുന്നത്. കാരണം നിങ്ങൾ ഇന്ന് ഈ നിമിഷം നിൽക്കുന്ന സാഹചര്യം എന്ത് തന്നെ ആയാലും അവിടെ നിങ്ങൾക്ക് വലിയൊരു വിജയം ലഭിക്കുമെന്ന് കാണുന്നു. ഒരു സമാധാനം ലഭിക്കും, വലിയ സന്തോഷം ലഭിക്കും. കാരണം അത് നിങ്ങളുടെ വിധിയാണ്. അത് ആർക്കും തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നത് സ്റ്റോപ്പ് ചെയ്യാനോ സാധിക്കുകയില്ല. നിങ്ങളിത് വിശ്വസിക്കുക, ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക. ചിലപ്പോൾ നിങ്ങളിപ്പോൾ വളരെയധികം ക്ഷീണിതനായിരിക്കാം. നിങ്ങളുടെ എനർജി നിങ്ങളിൽ നിന്നും ചോർന്നു പോയതുപോലെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയധികം സന്തോഷം ഉണ്ടായിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് പ്രതീക്ഷകളെ പോലും നഷ്ടപ്പെട്ടു പോയതുപോലെ തോന്നുന്നുണ്ടാകാം. ഒരു മടുപ്പ് അനുഭവപ്പെടുന്നുണ്ടാകാം. നിങ്ങളിപ്പോൾ ചിലപ്പോൾ പറയുന്നുണ്ടാകാം, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ കാണുന്നില്ലല്ലോ എന്ന്. അതായത് ഈ പറഞ്ഞ സന്തോഷം, ഈ പറഞ്ഞ വിജയം ഒന്നും എൻ്റെ ജീവിതത്തിൽ കാണുന്നില്ലല്ലോ എന്ന്, എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് സംഭവിക്കാൻ പോവുകയാണ്. എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ ഒക്കെയും അതിവേഗത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് എന്നാണ്. നിങ്ങളിപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിൽ പല മേഖലകളിലും ഒരു പ്രോഗ്രസ് ഉണ്ടാകും. ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് അതിവേഗത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നാണ്. 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് സമൃദ്ധിയുടെ കാർഡാണ്. ഈ ഒരു കാർഡ് നമുക്ക് ലഭിക്കുന്നത് എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴായിരിക്കും. അത് ഏത് മേഖലയിലുമാകാം. ഇത് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകുന്നതാകാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ സമാധാനം ഉണ്ടാകുന്നതാകാം, ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാകാം, കല്യാണം നടക്കുന്നതാകാം, നിങ്ങളുടെ കുടുംബത്തിൽ സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടായിരുന്ന ഭാഗത്ത് അവിടെ എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുന്നതാകാം, മിണ്ടാതിരുന്ന ബന്ധങ്ങളിൽ വീണ്ടും ആ ഒരു പഴയ പുതുമ ലഭിക്കുന്നതാകാം. നിങ്ങൾക്ക് ആരിൽ നിന്നുമെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ സഹായം ലഭിക്കുന്നതുമാകാം. വളരെ കാലമായിട്ട് നിലനിന്നിരുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കപ്പെടുന്നതുമാകാം. നിങ്ങളുടെ ജീവിതത്തിന് വീണ്ടും കൂടുതൽ സൗന്ദര്യം തോന്നുന്നതുമാകാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുന്നതുമാകാം. ഇനിയുള്ള സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള വേദനകൾ ഭാവിയിൽ കാണുന്നില്ല. ദുഃഖങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഭാവിയിൽ കാണുന്നില്ല. കാരണം നിങ്ങൾ ഒരുപാട് വേദനകളിൽ കൂടി ഇതിനകം കടന്നു പോയി കഴിഞ്ഞു. നിങ്ങൾ മറ്റുള്ളവരുടെ ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള അത്യാഗ്രഹം, അസൂയ ഒക്കെ കാരണം നിങ്ങൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. ആ കണ്ണിൽ കൂടി നിങ്ങൾ ഈ ലോകത്തെ വേണ്ടുവോളം കണ്ടിട്ടുമുണ്ട്. ആ രീതിയിലുള്ള വ്യക്തികളെയും കണ്ടിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാകാം, എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നല്ലതായിട്ടുണ്ട്, പക്ഷേ അത് കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നില്ല. ചില സമയത്ത് സന്തോഷം ലഭിക്കുന്നു, പക്ഷേ ആ ഒരു സന്തോഷം പിന്നെ ലഭിക്കുന്നില്ല. അത് നിൽക്കുന്നില്ല. ഞാൻ അനുഭവിക്കുകയാണ്, കൂടുതൽ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ. ശരിയാണ്, അത് ആദ്യമേ എനിക്ക് തോന്നിയിരുന്നതുമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ വലിയൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനിൽ കൂടെയാണ് കടന്നുപോയത്. ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിൽ കൂടെയാണ് കടന്നുപോയത്. നിങ്ങളുടെ ഒരുപാട് കുറവുകൾ, ഒരുപാട് വിശ്വാസങ്ങൾ ഒക്കെ മാറിയിട്ടുണ്ട്. നിങ്ങൾ കടന്നുപോയത് ഒരു ഗ്രോത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളിൽ തന്നെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒന്നും തന്നെ നഷ്ടമായിട്ടില്ല. നിങ്ങൾ കരുതുന്നുണ്ടാകും ഒരുപാട് നഷ്ടമായി, ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് യാതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ കൂടുതൽ വളരുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്തത്. നിങ്ങളിൽ കൂടുതൽ മാറ്റം വരുത്തുന്നതിലൂടെ നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആവുകയാണ് ചെയ്തത്. എല്ലാത്തിലും നിങ്ങൾ മികച്ചതാവുകയാണ് ചെയ്തത്. എല്ലാ മേഖലകളിലും നിങ്ങൾ മികച്ചതാവുകയാണ് ചെയ്തത്. നിങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക.
നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇന്നർ വർക്കോ അല്ലെങ്കിൽ സ്പിരിച്വൽ വർക്കോ അത് എന്താണോ, എന്ത് തന്നെയായാലും അത് തുടർന്നും ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. റേക്ക് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് തുടരുക. ഇനി നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യാൻ തുടങ്ങിയെങ്കിൽ അത് ചെയ്യുക. നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ഹീൽ ചെയ്യുന്നതിനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ, അതില്ലെങ്കിൽ അതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ബോഡി വെയിറ്റ് കൂട്ടുന്നതോ കുറയ്ക്കുന്നതോ അതിലൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. എന്ത് തന്നെ ആയാലും എല്ലാം മിതമായ രീതിയിൽ ചെയ്യുക. എല്ലാം ഒരുമിച്ച് ചെയ്യേണ്ടതില്ല, അത് നിങ്ങളെ തളർത്തിയേക്കാം. പക്ഷെ എന്നാൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഈവൻ ഒരു ചെറിയ സ്റ്റെപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾ സ്ഥിരമായി ചെയ്യുക. നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് കാണാം. ഇനി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഈ അടുത്തായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹീലിംഗ് സെഷൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, എന്ത് തന്നെ ആയാലും നിങ്ങൾ മനസ്സിലാക്കുക, അത് ഒക്കെയും നിങ്ങൾക്കായിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നതിൻ്റെ ഒരു തെളിവാണ് നിങ്ങൾ ഈ വീഡിയോ തിരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ ചില സമയങ്ങളിൽ ഇമോഷണൽ ആകുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ക്ലാരിറ്റി കൂടിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് നൽകുന്നത്. കാരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എല്ലാം ഓക്കെ ആകുമെന്ന് ചില സമയങ്ങളിൽ. പക്ഷേ നിങ്ങൾക്ക് ഉറപ്പില്ല അത് ഓക്കെ ആകുമോ ഇല്ലയോ എന്നുള്ളതിൽ. അതുപോലെ നിങ്ങൾ എന്ത് തന്നെയാണ് ഈ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിലും അത് വർക്കാവുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ശരിക്കും നിങ്ങൾക്ക് ഒരു മടുപ്പ് തോന്നുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ക്ഷീണിച്ചതുപോലെ അല്ലെങ്കിൽ തളർന്നതുപോലെ നിങ്ങളുടെ എനർജി ഡ്രെയിനായി പോയതുപോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ എനർജിയും ഇല്ലാത്തതുപോലെയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനായിട്ടൊരു ഉത്സാഹമില്ലാത്തതുപോലെയോ മോട്ടിവേഷൻ ഇല്ലാത്തതുപോലെയോ ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും ഇഷ്ടപ്പെടാത്തതുപോലെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നാൽ മതി, എൻ്റെ ഒരു കംഫർട്ട് പ്ലേസിൽ ഇരുന്നാൽ മതി, ഒറ്റയ്ക്കിരുന്നാൽ മതി, ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചക്ര ക്ലെൻസിങ് ആവശ്യമാണ്. അല്ലെങ്കിൽ ചക്ര ക്ലെൻസിങ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇത് നിങ്ങളുടെ മൂഡ് എൻഹാൻസ് ആക്കുകയും അതുപോലെ നിങ്ങൾക്കൊരു ഉണർവ് നൽകാനും ഇത് സഹായിക്കും. നിങ്ങളുടെ പ്രാണശക്തി മികച്ചതാക്കുന്നതിനും നിങ്ങളുടെ ആരോഗ്യത്തെയും ഇത് മെച്ചപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചക്ര ക്ലെൻസിങ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് വിജയം കാണുന്നുണ്ട്, വിക്ടറി കാണുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ അടുക്കുന്നതാകാം. നിങ്ങൾ അതിനെക്കുറിച്ച് സംശയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു അബണ്ടൻസിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വിജയത്തിലേക്ക് നിങ്ങൾ അടുക്കുന്നതിൻ്റെ ഒരു സൂചനയാണ്. അങ്ങനെയുള്ള വ്യക്തികളിൽ ഒരാളാണ് നിങ്ങളെന്നാണ് കാണിക്കുന്നത്. അത് നിങ്ങൾക്കായിട്ട് ഡിവൈൻ കരുതി വെച്ചതുമാണ്. അതുപോലെ ഡിവൈൻ തിരഞ്ഞെടുത്ത കുറച്ച് വ്യക്തികളിൽ ഒരാൾ കൂടെയാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഒരുപാട് വേദനകളിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വന്നിരുന്നു, ഒരുപാട് കഷ്ടപ്പാട്, പ്രത്യേകിച്ചും മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വന്നിരുന്നു. ഒരു ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു 4 ഓഫ് കപ്സ് നൽകുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് ദുഃഖിച്ചിരുന്നു എന്നതിൻ്റെ, നിങ്ങളിൽ നിന്നും ആരൊക്കെയോ എന്തൊക്കെയോ എടുത്തുകൊണ്ട് പോയി എന്നതിൻ്റെ, പല വ്യക്തികളും നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു എന്നതിൻ്റെ, പല വ്യക്തികളും നിങ്ങളോട് മോശമായി പെരുമാറിയിരുന്നു എന്നതിൻ്റെ, ഇത്രയൊക്കെ ചെയ്തിട്ടും ഒന്നും സംഭവിച്ചില്ല എന്നുള്ള രീതിയിൽ ഈ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയി എന്നതിൻ്റെയും, നിങ്ങൾ സഹിച്ച ഈ കഷ്ടപ്പാടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് നല്ല കർമ്മയായി നിങ്ങളിലേക്ക് അനുഗ്രഹത്തിൻ്റെ രൂപത്തിൽ വരികയാണ്. എന്നാൽ അവർ നിങ്ങളോട് കാണിച്ചത് വളരെ മോശമായിരുന്നു, പക്ഷേ അത് നിങ്ങൾക്ക് നല്ല കർമ്മയായി നിങ്ങളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതായത് എപ്പോഴും ആരെങ്കിലുമൊക്കെ നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ അതേ രീതിയിൽ അവർക്ക് മറുപടി കൊടുക്കാതെ അത് സഹിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ നിങ്ങളിലേക്ക് നല്ല കർമ്മയായിട്ട് അനുഗ്രഹത്തിൻ്റെ രൂപത്തിലാണ് വരുന്നത്. കാരണം നിങ്ങൾ ആ ഒരു സമയത്ത് കാർമിക്കലി വളരെയധികം ക്ലീൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് നല്ല കർമാസ് ഇനിയും കൂടുതൽ നിങ്ങളുടെ അടുത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ ആര് നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ മനസ്സിലാക്കുക, നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാനായിട്ടിരിക്കുന്നുണ്ട്.
നിങ്ങൾ അവർക്ക് യാതൊരുവിധ റിയാക്ഷൻസും കൊടുക്കേണ്ടിയില്ല. അവർ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യേണ്ടതില്ല. അവർ ചെയ്യുന്നത് അവരുടെ കർമ്മമാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ധർമ്മമാണ്. നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത്, നമ്മൾ ആരെയും വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർ നമ്മളെ ഇത്രയധികം വേദനിപ്പിച്ചു, അതുകൊണ്ട് നമ്മൾ തിരിച്ച് വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത് സഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിവൈൻലി വിശ്വസിച്ച് അത് സഹിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ വൈകാതെ തന്നെ വലിയൊരു നന്മ, അനുഗ്രഹത്തിൻ്റെ രൂപത്തിൽ നല്ലൊരു കർമ്മ നിങ്ങൾക്ക് ലഭിക്കും. ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കെല്ലാം നഷ്ടമായി, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ പോലും ഒന്നും അവശേഷിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. ഇവിടെ 8 ഓഫ് സോഴ്സ് കാണിക്കുന്നത് നഷ്ടങ്ങളെയും നിങ്ങളുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻസിനെയും ഒക്കെയാണ്. അല്ലെങ്കിൽ സഹിക്കാൻ കഴിയാത്ത എന്തൊക്കെയോ കാര്യങ്ങളെയാണ്, അല്ലെങ്കിൽ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെയുള്ള നിങ്ങളുടെ തോന്നലുകളെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടാകാം. നിങ്ങൾക്ക് ആരും തന്നെ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. തളർന്നതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു എനർജി ബൂസ്റ്റ് ആവശ്യമുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളെ വീണ്ടും ആ ഒരു പഴയ ട്രാക്കിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കും. മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. പക്ഷേ അതെല്ലാം തന്നെ ഒരു മോഡറേഷനിൽ ചെയ്യുക, അത്രമാത്രമേ ഉള്ളൂ. കാരണം ചില വ്യക്തികളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒറ്റ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളെ കൂടുതൽ തളർത്തിയേക്കാം, നിങ്ങൾക്ക് കൂടുതൽ പെട്ടെന്ന് മടുപ്പ് തോന്നാൻ കാരണമാക്കിയേക്കാം. നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്നാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങളിൽ ആ ഒരു എനർജി ഉണ്ടായിരിക്കണം. അല്ലാതെ അത് ശ്രദ്ധിക്കാതെ നിങ്ങൾ എല്ലാം ഒരുമിച്ച് ചെയ്താൽ ആ ഒരു എനർജി ഡ്രെയിൻ ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ കുറച്ച് എനർജി കാണുള്ളൂ. അത് ചിലപ്പോൾ ഒരു ഡിപ്രഷനിലേക്ക് പോലും എത്തിച്ചേക്കാം, ഒന്നും ചെയ്യാതെ ഇരുന്നാൽ പോലും. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എനിക്കിവിടെ കാണുന്നത് നിങ്ങളെ തന്നെ നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ്. അതായത് നിങ്ങൾക്ക് വിജയിക്കണം അല്ലെങ്കിൽ മുന്നേറണം എന്നൊക്കെയുള്ളൊരു വിശ്വാസം, അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ട്. ആ ഒരു ചിന്ത നിങ്ങളെ വിജയത്തിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കും. അതുപോലെ ഇവിടെ 9 ഓഫ് വാണ്ട്സ് പറയുന്നത് നിങ്ങൾക്കായിട്ട് മുന്നോട്ട് ഇനിയും വഴികളുണ്ട് പോകാനായിട്ട്. നിങ്ങൾക്ക് പോകാനായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇനിയും ഒരുപാട് വഴികളുണ്ട്. അതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി നിങ്ങളിൽ നിന്നും ചോർത്തുന്ന ചില വ്യക്തികളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങൾ കുറച്ച് അകലം പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് 7 ഓഫ് സോഴ്സ് ഇവിടെ പറയുന്നത്. ഇതുപോലുള്ള വ്യക്തികളെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അതായത് നിങ്ങളോട് അസൂയുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാഡ് എനർജി നൽകുന്ന ആ ഒരു ഫ്രണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു ബന്ധുവിനെ, അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി മെമ്പറിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാകാം. അവരിൽ നിന്നുമൊക്കെ എത്രയധികം നിങ്ങൾക്ക് അകലം പാലിക്കാമോ അത്രയധികം നിങ്ങൾ അകലം പാലിക്കുക. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പ്രൊട്ടക്ഷൻ റിച്വൽസ് ഏതെങ്കിലും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഈ രീതിയിലുള്ള ബാഡ് എനർജീസിൽ നിന്നെല്ലാം തന്നെ സംരക്ഷിച്ച് നിർത്തുക. അത് ആവശ്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നിനെക്കുറിച്ച് ഓർത്തും വിഷമിക്കേണ്ടതായിട്ട് വരില്ല. കാരണം പിന്നെ അവർ നിങ്ങൾക്കെതിരായിട്ട് എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും എന്തിനു ശ്രമിച്ചാലും അതൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. എപ്പോഴും നിങ്ങൾക്ക് ചുറ്റും ആരാണുള്ളത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെയധികം കെയർഫുൾ ആയിട്ടിരിക്കുക. ഇങ്ങനെയുള്ളവരുടെ കൂടെ മാക്സിമം നിങ്ങൾ ഇരിക്കാതിരിക്കുക. ഇവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് കുറയ്ക്കുക. നിങ്ങൾ സംസാരമൊക്കെ ഇവരുമായിട്ട് കുറയ്ക്കുക. ചിലപ്പോഴൊക്കെ അത് പാടായിരിക്കും. കാരണം ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ആരാണ് എന്നുള്ളതിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നടക്കും. അതുപോലെ ഇവിടെ 2 ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളിൽ പലർക്കും ലവ് ലൈഫ്, ഈ ഒരു ജീവിതത്തിൽ നല്ല ഒരു ലവ് ലൈഫ് ലഭിക്കുമെന്നാണ്. ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് സഹായിക്കും. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളെ തന്നെ സഹായിക്കുക. നിങ്ങളിൽ ഇംപ്രൂവ്മെൻറ്റ്സ് നിങ്ങൾ വരുത്തുക. ഈ ഒരു വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളെ കെയർ ചെയ്യും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. 100% അവർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും.
ഇപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, തീർച്ചയായിട്ടും കടന്നു വരും. പക്ഷെ ആദ്യം നിങ്ങൾ നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ചില ശീലങ്ങളോട് അല്ലെങ്കിൽ ചില വ്യക്തികളോട്, ചില സാഹചര്യങ്ങളോട് ഗുഡ് ബൈ പറയേണ്ടതായിട്ടുണ്ട്. ആ ഒരു സ്നേഹം നിങ്ങൾ മറ്റൊരാളിൽ നിന്നും ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ സ്നേഹിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരാളിൽ കൂടി നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തന്നെ നൽകുക. അപ്പോൾ നിങ്ങൾക്ക് അതേ രീതിയിലുള്ള ഒരു സ്നേഹം ലഭിക്കും. നിങ്ങൾ ആരിലും ഓവറായിട്ട് ഡിപ്പെൻഡ് ആകാതെ ഇരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനായിട്ട് നിങ്ങൾ മറ്റൊരാളെ ആശ്രയിക്കാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന സ്നേഹം, കെയർ എല്ലാം നിങ്ങൾ തന്നെ ആദ്യം നിങ്ങൾക്ക് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മറ്റൊരാളിൽ നിന്നും ലഭിക്കുന്നതിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് സ്നേഹം കൊടുക്കുക, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹീലിംഗ് കൊടുക്കുക, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആത്മവിശ്വാസം കൊടുക്കുക. എന്നിട്ടായിരിക്കും ഡിവൈൻ അതിനുള്ള റിവാർഡ് നിങ്ങൾക്ക് നൽകുന്നത്. അതായത് നിങ്ങൾക്കായി ഇതെല്ലാം നൽകുന്ന ഒരു വ്യക്തിയുടെ രൂപത്തിൽ. അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിങ്. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.